ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ജ്ഞാനമാണ്. കുറേ പുസ്തകങ്ങൾ ആഴത്തിൽ വായിക്കുന്നതിനേക്കാളും ശക്തിയുണ്ട് ഒരു നിമിഷം മൗനമായി ശാന്തമായി ഇരിക്കുന്നതിന്. മൗനം നമ്മളിൽ ശാന്തത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പറയാതിരിക്കുകയല്ല മൗനമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നിമിഷം പൂർണ്ണമായും നമ്മളോടൊപ്പം ആവുക. അവിടെ കഴിഞ്ഞ കാലവും ഭാവി കാലവും വന്ന നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ നിറയുന്നില്ല. ഒഴിഞ്ഞ മനസ്സോടെ നമ്മുടേതായ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. നിരന്തരം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ലോകവുമായിട്ടാണ് ബന്ധമുണ്ടാക്കുന്നത്. ചില സമയത്ത് ആ ബന്ധം ബന്ധനമായിട്ട് മാറും. അതേ സമയത്ത് നമ്മുടെ മനസ്സ് മൗനത്തിലാകുമ്പോൾ, ശാന്തമാകുമ്പോൾ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തോടൊപ്പം നമുക്ക് ഇരിക്കാൻ കഴിയുന്നത്. മൗനത്തിലാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, അതേപോലെ കലഹങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മുടെ മനസ്സ് തിരക്കിലാണ്. അത്ര കണ്ട് തിരക്ക് ആ മനസ്സിനുണ്ടാകുമ്പോൾ മനസ്സിന് സ്വസ്ഥനാകാൻ കഴിയില്ലേ. അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ മൗനം നിറയുമ്പോൾ ഒരു വിശ്രമാവസ്ഥ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശ്രമാവസ്ഥയിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശാന്തതയിലേക്ക് നമുക്ക് ആഴ്ന്ന് ഇറങ്ങാൻ സാധിക്കും. പരമമായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. മനസ്സ് ഒഴിഞ്ഞിരിക്കണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാരുണ്യത്തെ അനുഭവിക്കാൻ സാധിക്കും. ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അത് അനുഭവിക്കാൻ സാധിക്കും. കരുണ എന്ന് പറഞ്ഞാൽ ഒരാൾ വേദനിക്കുമ്പോൾ ദുഃഖപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, ഹൃദയം തുറന്ന് അവരോടൊപ്പം ചേർന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ വേദനിക്കുമ്പോൾ ആ വേദനയെ ഇല്ലാതാക്കണമെങ്കിൽ, ആശ്വസിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാഠിന്യം ഇല്ലാതാവണം. അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കണം. അയാളോടുള്ള നിറഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. ആ ഒരു സാന്നിധ്യത്തിലാണ് അയാൾക്ക് നമ്മുടെ സാന്നിധ്യത്തിൽ സമാധാനപ്പെടാൻ കഴിയുന്നത്. അതിന് നമുക്ക് നമ്മളോട് ഒരു കരുണയുണ്ടാവണം. ആ കരുണയുണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് എല്ലാവരിലേക്കും, സർവ്വ ജീവജാലങ്ങളിലേക്കും നമ്മുടെ കരുണ ഒഴുകും. കരുണ നിറഞ്ഞിരിക്കുമ്പോൾ, ഓരോ ശ്വാസത്തിലും നിറഞ്ഞിരിക്കുമ്പോൾ, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും അത് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഉപദേശം കൊടുക്കാനൊന്നും നമ്മൾ പോകില്ല. ഒരു നിശബ്ദ സാന്നിധ്യമായി, ഒരു സ്നേഹമായി, അലിവായിട്ട് ഒപ്പമുള്ള ആൾക്ക് ഒപ്പം ചേർന്ന് ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ഒരു മുള്ളുള്ള ചെടിയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകൾ വേദനിക്കും. അതേ സമയത്ത് നമ്മൾ സ്നേഹത്തോടെ ആ മുള്ളിനെ പിടിക്കുകയാണെങ്കിൽ മുള്ള് മൃദുവാകും. അതേപോലെയാണ് കരുണ. ഏത് സാഹചര്യത്തിലൂടെയും കരുണ നിറഞ്ഞ ഒരാൾക്ക് കടന്നു പോകാൻ കഴിയും. കരുണ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത്
ഒരാളെ മാറ്റാൻ നമ്മൾ നോക്കില്ല. മാറ്റാനുള്ള ആ ഒരു ശ്രമം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തി കൊടുക്കണം. ശരിക്ക് വേണ്ടത് ആ സഹജീവികളെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. നിശബ്ദമായിട്ട് അവരുടെ സാന്നിധ്യം സ്നേഹത്തോടെ അനുഭവിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ ഉള്ളിൽ ഈ കരുണ, സ്നേഹം എല്ലാം നിറഞ്ഞിരിക്കണം. അതിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നമുക്ക് തണലാവും, ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും നമ്മൾ തണലായിട്ട് മാറും. ഇത് രണ്ടും നിറയണ സമയത്ത് സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ സൗമ്യത നിറയും. സൗമ്യത എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ശക്തിയാണ്. സൗമ്യമായ മനസ്സ് ശാന്തമായ മനസ്സാണ്. സൗമ്യമായ മനസ്സ് ഒരാളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഒന്നിനോടും അയാൾ പോരാടുന്നില്ല. ഈ ലോകത്തോട്, ജീവിതത്തോട്, ജീവിതം നൽകുന്ന എല്ലാത്തിനെയും അലിവോടെ, സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അലിവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ കരുണ, സ്നേഹം എല്ലാം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പം മൗനം, സ്നേഹം, കരുണ, സൗമ്യത ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന സമയത്ത്, അതിൽ നമ്മൾ അലിയുന്ന സമയത്ത് ആണ് നമ്മുടെ മനസ്സ് ആഴത്തിലുള്ള ആ ഒരു സ്വസ്ഥതയും ശാന്തതയും അനുഭവിക്കുന്നത്. ഇപ്പം ശക്തിയുള്ള ഒരു കാറ്റിന് കല്ലിനെ തകർക്കാൻ കഴിയില്ലേ? അതേ സമയത്ത് സൗമ്യമായ ഒഴുകുന്ന ഒരു പുഴയ്ക്ക്, ജലത്തിന് വലിയ കല്ലിന് കാലക്രമേണ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അതേപോലെയാണ് സൗമ്യത ഒരാളുടെ ഉള്ളിൽ നിറയുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞിരിക്കുമ്പോൾ, ഓരോ ശ്വാസത്തിലും ആ സമാധാനം നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ സാന്നിധ്യത്തിൽ, ആ നിശബ്ദ സാന്നിധ്യത്തിൽ ഒപ്പമുള്ള ആൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. നമ്മൾ അവർക്ക് ഒരാശ്വാസമായിട്ട് മാറും. ഈ സൗമ്യത നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, അതിൽ അലിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ ആയിരിക്കും. അതേപോലെ നമ്മൾ സംസാരത്തിൽ മിതത്വം പുലർത്തും. കരുണ, സ്നേഹം എല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കും. അപ്പം ആ രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളുമായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക. എത്ര കണ്ട് ആ രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാവുന്നുവോ അത്ര കണ്ട് അത് നമ്മുടെ ശക്തിയാണ്, നമുക്ക് തണലാണ്, നമുക്ക് സമാധാനമാണ്, നമുക്ക് ശാന്തിയും ആനന്ദവുമാണ്. അത് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ട്. അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയും. അവിടെ നമ്മൾ പറയുന്ന വാക്കിന് ശക്തിയുണ്ട്, നമ്മുടെ നോട്ടത്തിന് ശക്തിയുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടിന് ശക്തിയുണ്ട്. അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ, കരുണയിലായിരിക്കുമ്പോൾ, അലിവിലായിരിക്കുമ്പോൾ, സൗമ്യതയിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം നമുക്കാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ, നമുക്കൊന്നിനോട് ഒട്ടലില്ലാതെ ശരിയായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ശാന്തിയും അനുഭവിച്ച് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. എല്ലാത്തിനെയും, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾ കരുണയോടെ, സ്നേഹത്തോടെ, സൗമ്യമായിട്ട്, അലിവോടെ നമുക്ക് നോക്കാനാവണം. അത് ചെറിയ വൃത്തത്തിൽ നിന്ന് അകത്തു നിന്നിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. അത് വിശാലമാവണം. വിശാലമാകുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് ആകാശത്തെ പോലെയാണ്. ആകാശത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ആകാശത്തിന് കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ജലത്തെ പോലെയാണ്. ജലത്തിനും എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. ജലത്തിന് ഏത് പാത്രത്തിലാണോ ജലം പകരുന്നത്, ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് ജലം ഉൾക്കൊള്ളുന്നത്. അപ്പം ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൂടുതലായിട്ട് ഗുണം നമുക്കാണ് കിട്ടുന്നത്. അപ്പോൾ
ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നമുക്ക് നമ്മുടേതായ ഈ ചെറിയ ലോകത്ത് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോഴാണ് ജീവിതം നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ ഉള്ളിൽ കരുണ ഉണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, അതേപോലെ ദയുണ്ടായിരിക്കണം, നമ്മൾ സൗമ്യരായിരിക്കണം, ശാന്തരായിരിക്കണം. ഈ ഒരു സാഹചര്യങ്ങൾ ചെറുതായിട്ടുള്ള ഒരു ശ്രമം എടുത്തിട്ട് നമ്മൾ നമുക്ക് കൊടുത്താൽ തന്നെ ശരിക്ക് നമുക്ക് ഈ ലോകത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ